സ്വർണത്തിന് വില വർദ്ധിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ കളവ് അധികരിച്ചിരിക്കുകയാണ്. അത് പഴയ പോലെ കള്ളന്മാർക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നു, രാത്രിയൊക്കെ വന്നിട്ടാണ് കളവ് നടത്തിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അവർ കൊള്ളയാണ് നടത്തുന്നത്. 3, 4, 5 പേര് വീട്ടിലേക്ക് റിയാസ് ഖാൻ പറഞ്ഞവർ അടിച്ചു കയറി വരികയാണ്. അടിച്ചു കയറി വന്ന് തോക്ക് ചൂണ്ടി ആയുധങ്ങൾ നമ്മുടെ കഴുത്തിൽ വെച്ചിട്ടൊക്കെ അവർക്ക് വേണ്ട സ്വർണ്ണങ്ങൾ അവരെ അടിച്ചു മാറ്റി കൊണ്ടുപോകണം. പരമാവധി നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫാൻസി പോലത്തെ അലകളും വളകളൊക്കെ അവരെ അണിയിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കുക. സ്ത്രീകളും പരമാവധി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന അസൂയ കൊണ്ടല്ല, നമ്മുടെ ജീവന് ഭീഷണിയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു, ഒരു വീട്ടിൽ SIRൻ്റെ പേര് പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിൽ വന്ന് പറഞ്ഞൊരു സ്ത്രീ വേഷത്തിൽ വന്ന് മാല പൊട്ടിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും അവർ കൊലപാതകത്തിന് വരെ കാരണമാവും. കാരണം അവർക്ക് ഈ സ്വർണ്ണാഭരണം ലഭിക്കാൻ വേണ്ടി അവർ കൊല്ലാൻ പോലും മടിക്കില്ല. അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെ ഇതിലുണ്ട്. ഈ കേരളത്തിലെ കള്ളന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ ഒരു മാല ഉണ്ടെങ്കിൽ അത് നേക്കിൽ പൊട്ടിച്ചു പോണ പരിപാടിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആ കുട്ടിയുടെ കഴുത്ത് അറുത്തിട്ട് ആ മാല എങ്ങനെ എടുക്കാമെന്നാണ് അവർ ശ്രമിക്കുക. ഇപ്പം ഇന്നലെ ഒരു കല്യാണ വീട്ടിൽ കൈ കഴുകാൻ സഹായിച്ചതാണ്, ഉമ്മയെ സഹായിച്ചുകൊണ്ട് ആ മാല പൊട്ടിച്ചു. അയാളെ പിടിച്ചു, കാരണം അയാൾ ആദ്യത്തെ കളവായതുകൊണ്ട് പല ആളുകളെയും പിടിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സ്വർണത്തിന് വില കൂടിയതുകൂടെ ഇപ്പോഴും ഇത് മാറ്റി വെക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ മനസ്സ് സമ്മതിക്കാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി അവർക്ക് ഷെയർ ചെയ്യുക. ഇതൊരു വിവരമാക്കി എല്ലാവരും ചെയ്യുക. നമ്മുടെ ജീവന് ഭീഷണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. താങ്ക് യു.